മോനെ അടിപൊളി. നിനക്ക് അറിഞ്ഞോളൂ, ഞാൻ ലാലന്റെ ട്രെയിനറാണ്. ഇപ്പൊ ലാലന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കില്ലേ അല്ലേ? പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും കാണുക. ഇത് സ്ത്രീകൾക്കുള്ള, കുട്ടികൾക്കുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള ഒരു അൺബലീവബിൾ വിജയം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അവരൊരു ചങ്കൂരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പടങ്ങളാണ് ഇറങ്ങേണ്ടത്, കാണുന്നത്. അതുപോലെ സിമ്പിളായിട്ടുള്ള കഥ, പക്ഷെ കണ്ടിരിക്കുക ആദ്യം തൊട്ട് അവസാനം വരെ നമുക്കൊരു രക്ഷയില്ല. അതുപോലെ നമ്മൾ ജിത്തു സാറിനും അതുപോലെ ടീമിനും എല്ലാവർക്കും നമ്മളൊരു ഹാറ്റ്സ് ഓഫ്. അതൊരു ദൃശ്യം അമേസിങ്. പിന്നെ ഇപ്പോൾ സിദ്ദിഖിൻ്റെ ആയാലും വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ ശാന്തി, പിന്നെ അനശ്വര, ഇവരെല്ലാവരും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ഡ്രാമയാണ്, ത്രില്ലർ ഒന്നുമല്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അതെ അതെ, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള എല്ലാം ഒരു ത്രില്ലർ ടൈപ്പ് ജേണലാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ്. എന്നാൽ അതിൻ്റെ ഒരു ഡയറക്ഷൻ മികവ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ കാസ്റ്റിംഗ്. സിനിമയുടെ ലെങ്ത് എങ്ങനെയുണ്ട്? സിനിമ 2.5 മണിക്കൂറുണ്ട്. നമ്മൾ 2.5 മണിക്കൂറിൽ ഒരു 2 മണിക്കൂറോളം ഏകദേശം കോടതി തന്നെയാണ്. പക്ഷേ നമുക്ക് ഒട്ടും ലാഗ് അടിക്കത്തില്ല. നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് ഓരോ സീൻസും. ഇപ്പം ദൃശ്യമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ കൈയടിക്കാൻ ഒരുപാട് സീൻസ് ഇതിലുണ്ട്. പക്ഷെ ത്രില്ലറല്ല, അത് തന്നെ. സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മികച്ചൊരു കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. നമ്മളെ ലാലറ്റിൻ്റെ ഒരു മികച്ച കംബാക്കാണ്. അപ്പോൾ ആസിസ് നൗ നമ്മുടെ ഈ ടീം പ്രോമിസ് ചെയ്തതിൽ തന്നെ ഒരു നല്ല കോർട്ട് റൂം ഡ്രാമയാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് ഗൂസ് ബം മൊമെൻ്റ് ഉണ്ട്. ഒരു ഫാൻ ബോയ് എന്ന നിലയ്ക്ക് മാത്രമല്ല പറയുന്നത്, എല്ലാ രീതിക്കും മികച്ച രീതി. അനശ്വര രാജനായാലും സിദ്ദിഖായാലും അവരുടെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ പുള്ളി പറയാണ്, ഈ പടത്തിൽ പുള്ളി ഇപ്പോൾ കൊക്കിൻ്റെ എല്ലാം മിക്ക ആളുകളുടെ റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ലോൺ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കാണിച്ച കുറേ സാധനങ്ങളുണ്ട്. എന്തോരോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാണിച്ച സാധനമുണ്ട്. അല്ലെങ്കിൽ മോനെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയ സാധനമുണ്ട്. ഇതിൽ ഏത് സീൻ എടുത്തോ, അത് എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോ, അല്ലെങ്കിൽ ഏത് സൈഡിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, എന്ത് വേണമെങ്കിലും എടുത്തോ, ഇതിൽ എവിടെയെങ്കിലും ലാൽ സാറിന്റെ അഭിനയം അല്ലെങ്കിൽ ഇത് എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ കണ്ട ആർക്കെങ്കിലും, ചില വിരോധികൾക്കല്ല, അല്ലാതെ സിനിമയെ മര്യാദയ്ക്ക് കാണുന്ന വ്യക്തികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ സമ്മതിച്ചു തരാം. അന്ന് എറണാകുളം ട്രഷററിന്റെ സ്ഥാനം ഞാൻ രാജിവെക്കും. ഇത്രയും പറയാനുള്ളൂ. ഓക്കെ. അനശ്വരയ്ക്ക് ഇങ്ങനെ അഭിനയിക്കുമെന്ന് നമുക്ക് തോന്നുന്നു പോലും. അത്രയും കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ജിത്ത് സാറ് ഈ സിനിമയ്ക്ക് മുമ്പ് ഇതിന്റെ പ്രൊമോഷൻ്റെ ഒക്കെ ടൈമിൽ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് സസ്പെൻസോ ട്വിസ്റ്റോ ഒന്നുമില്ല, ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ലാലേട്ട കുറേ നാളായിട്ട് വളരെ സാറ്റിസ്ഫൈ ആയിട്ട് കണ്ടിറങ്ങുന്ന ഒരു സിനിമയാണ് നേര്. ലാലേട്ടന് കുറേ നാളെ ഇതുപോലെ അത്രയും സാധാരണക്കാരനായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സിനിമയാണ് ഇത്. എല്ലാവരും കാണുക. നന്നായിട്ട് തമ്മിൽ അടുപ്പിക്കാനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും നടക്കത്തില്ല. അപ്പോൾ അതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഇവിടെ മലയാള സിനിമയിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ കാതൽ വന്നു, കാതലിൻ്റെയൊക്കെ എന്തല്ല അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിലേക്ക് വന്ന ഒരു സിനിമ ലാലേട്ടൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാറി ചിന്തിച്ച ഒരു സിനിമയാണിത്. വളരെ നന്നായിട്ട് വരും. തീർച്ചയായിട്ടും ഇത് വിജയിക്കും. 100% എല്ലാവരും പോയി കാണുക. OTTയിലൊന്നും വരാൻ നിൽക്കേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കാണുന്ന പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് കാണാൻ വിചാരിച്ചില്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ നിങ്ങൾക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. എല്ലാവരും തിയേറ്ററിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഡയലോഗിനപ്പുറം ഓരോ പറയുന്ന സെന്റൻസ് ആയാലും അതിന് അതിൻ്റെതായ ഒരു പവറുണ്ട്. എല്ലാം ലാഗില്ലായിരുന്നു. നമ്മൾ എന്താ പ്രതീക്ഷിക്കും? ജിത്തു സാർ പല ഇന്റർവ്യൂവിലും പറഞ്ഞു നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും, പക്ഷെ അതുപോലെ അല്ല. ശരിക്കും നിങ്ങളിത് തിയേറ്ററിൽ വന്ന് കാണണം. ഒരു പ്രാവശ്യം പോലും നമുക്ക് ചിന്തിക്കാൻ ഇട വരുന്നില്ല. ഇങ്ങനെ എന്താ പറയുക, അടിച്ചിടുകയായിരുന്നു ഓരോ സീൻസും. നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അടുത്തത് എന്ത് എന്നുള്ളൊരു ആ ഒരു മൂമെന്റ് ആയിരുന്നു. എനിക്ക് സത്യത്തിൽ അങ്ങനെയാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം. ആവശ്യമായി അതെ, കാണേണ്ട പടം. അനശ്വരയുടെ ആക്ടിങ് ലാലേട്ടൻ്റെ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കതൊരു വലിയൊരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാം, ലാലേട്ടൻ്റെ ഒന്നൊന്നും പൊളിക്കലാണ് പടം. അത്രയും വലിയ അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് ദൈവാനുഗ്രഹിച്ച് നേരിട്ട് കാണാൻ പറ്റും. ലൈവായി നേരിട്ട് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി എക്സ്പ്രഷനൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും. അത് ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട്. ഇതിനോടൊപ്പം തന്നെ മനസ്സിലായി കാണും. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും പോയി കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയാണ്. സാറിൻ്റെയും ലാലേട്ടൻ്റെയും നല്ല മാജിക്കാണ്.
ഇനി പടങ്ങൾ എൻ്റെ ഞാൻ കട്ടലാലേട്ടൻ വരാം. രണ്ട് മറ്റുള്ളവരെ പോലെ ഞാൻ അങ്ങനത്തെ ഒന്നുമില്ല. കട്ടലാലേട്ടൻ വരാം. ജനിച്ച നാൾ മുട്ട് ഇന്നുവരെ കട്ടലാലേട്ടൻ വരാം. പക്ഷേ കുറേ നാളുകളായി നമുക്ക് മനസ്സ് നിറഞ്ഞ് വന്നം, കണ്ണ് നിറഞ്ഞ് നമുക്ക് കൈയടിച്ചിറങ്ങണം. അത് ഇപ്പോഴാണ് വന്നത്. സിനിമയിൽ ലാലേട്ടനെ കാണിക്കണ ആദ്യത്തെ ഷോട്ട്, വെരി ഫസ്റ്റ് ലാലേട്ടൻ്റെ കാണിക്കണം വിജയ് മേനോൻ എന്നുള്ളൊരു ഷോട്ട്. അതിൽ ലാലേട്ടനല്ല, അത് വിജയ് മേനോനാണ്. അവിടെ നിന്ന് തുടങ്ങി പടം മഞ്ഞ്. പക്ഷേ ഈ സിനിമയിൽ ഞെട്ടിച്ച റോള് അനശ്വര. ഈ സിനിമ കാണുമ്പോൾ പ്രതീക്ഷിക്കും മുമ്പ് ഈ ഒരു റോള് അനശ്വര എങ്ങനെ ചെയ്യും, അനശ്വരയിലായിരിക്കണം കാര്യം പടത്തിൻ്റെ A to Z. അവളെങ്ങനെ ഈ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ചാലാണ് ഈ പടത്തിൻ്റെ വെർഡിക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എടുക്ക അവാർഡ് കൊടുക്കാൻ അനശ്വരക്ക് അതേ പറയാനുള്ളൂ. കാരണം ഓരോ ഷോട്ടുണ്ട്, ഒരു 3 വെട്ടിക്കൽ സീനറുണ്ട് അനശ്വര കാണിക്കുന്നത്. അതായത് ജിത്തു പറഞ്ഞ പോലെ പല 4 ആംഗിളിൽ നിന്ന് 4 ക്യാമറ എടുത്തിട്ട് ഒരു കോർട്ട് റൂം മൊത്തം ഇങ്ങനെ ചെയ്തേക്കുക. അതിൽ ഓരോരുത്തരുടെ ഇമോഷൻസ് എങ്ങനെ ക്യാപ്ചർ ചെയ്യണം അത് പക്ക. അതിൽ അനശ്വരയുടെ ഒരു സീനുണ്ട്, അത് നിങ്ങൾ കാണുക മനസ്സിലാവും. ഒരു 3 വെട്ടിക്കൽ സീനുണ്ട്. അതൊക്കെ വെറുതെ പക്ക ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ സൗണ്ട് കേട്ടിട്ട് എങ്ങനെ എടുക്കുന്നു. അനശ്വര അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദിഖ് സാർ, അങ്ങേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ റോള്. വെരി പെർഫെക്റ്റ്. കാര്യം ലാലേട്ടനെ കൂടി നിൽക്കുമ്പോൾ എങ്ങനെ ലാലേട്ടനോട് ഇത്തിരി ഒച്ചത്തിൽ സംസാരിച്ചിട്ട് ലാലേട്ടൻ്റെ താഴ്ത്തണം, അത് സിദ്ദിഖിനെ പറ്റുള്ളൂ. സിനിമയിലത്തെ ഏറ്റവും പെർഫെക്റ്റ് സംഭവം കാസ്റ്റിംഗ് ആണ്. അതേപോലെ ജഡ്ജിയായിട്ട് അഭിനയിച്ച ആൾ, പേര് എനിക്കറിയില്ല, അയാളെ ലെഫ്റ്റ് ഹാൻഡിൽ എഴുതുന്നത് തന്നെ എന്താ ഒരു ഓതന്റിക് കോട്ടെന്നൊക്കെ പറയും. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.